ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP4ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ നോക്കാൻ പോകുന്നത് വെച്ചാൽ ഇന്നത്തെ മത്സരം നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് പഞ്ചാബ് കിങ്സ് തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. മാച്ചിന്റെ മറ്റ് ഡീറ്റെയിൽ നോക്കുന്നതിന് മുന്നേ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ കയറി ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലാണ് ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറില്ല. ഇതുവരെ കയറിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറാൻ ശ്രമിക്കുക. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരുന്ന സമയത്ത് മത്സരം നടക്കുന്നത് നമ്മുടെ മെയ് 1 തീയതി കൃത്യം 7:30 നമ്മുടെ ചിദംബരം സ്റ്റേഡിയത്തിലാണ്. ചെന്നൈയുടെ ഹോം ഗ്രൗണ്ട് ചെപ്പൂക്കിലാണ് ഈ ഒരു മാച്ച് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു മാച്ചിന്റെ മറ്റ് ഡീറ്റെയിൽസ് നോക്കുമ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ ചെപ്പൂക്കിൽ നടന്ന കുറച്ച് മത്സരങ്ങളും അതുപോലെ തന്നെ ഇതിനു മുന്നേ നമ്മുടെ പഞ്ചാബും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിൽ കളിച്ചിട്ടുള്ള റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് കുറച്ചൊന്ന് ഡീപ്പായിട്ടൊന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ IPL ആപ്ലിക്കേഷനാണ് ഓപ്പൺ ചെയ്യുന്നത്. റീസെൻ്റ് ആയിട്ട് നടന്ന പെർഫോമൻസ് തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് തമ്മിൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഹോം ഗ്രൗണ്ടിൽ നടന്ന കുറച്ച് മത്സരങ്ങളിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, എനിക്കെപ്പോഴും ഈ ഒരു സംഭവം ഉള്ളതാണ്. നിങ്ങൾ എൻ്റെ ഡെയിലി വീഡിയോ കാണുന്നവരൊക്കെ ആണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം ഈ നെറ്റ് വരാതിരിക്കുക, ആ ഒരു പ്രശ്നമൊക്കെ എനിക്ക് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, ഓൾ മാച്ചസ് പോവാം. റിസൾട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ റീസെൻ്റ് ആയിട്ട് തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് തമ്മിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ബാറ്റിൽ നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിനായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ഗെയ്ക്വാഡൊക്കെ പെർഫോം ചെയ്ത ഒരു മാച്ച് ആയിരുന്നു കേട്ടോ. ആ ഒരു മത്സരത്തെ പറ്റി നോക്കുന്ന സമയത്ത് ഗെയ്ക്വാഡ് 98 റൺസ്, അതുപോലെ തന്നെ ഡാരി മിച്ചൽ 52 റൺസ്, ശിവാൻ ദുബെ 39 റൺസ്, എമ്മത്തോണി 5 റൺസ്, അങ്ങനെയൊക്കെയാണ് വിക്കറ്റ്സും കാര്യങ്ങളൊക്കെ റൺസും കാര്യങ്ങളൊക്കെ പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ 3 വിക്കറ്റും ഫാസ്റ്റ് ബോളേഴ്സ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ആകെ 3 വിക്കറ്റ് ഫോളോ ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ SRHലോട്ട് നോക്കുന്ന സമയത്ത് 4 വിക്കറ്റ് തുഷാർ ദേശ്പാണ്ഡെ, മുസ്തഫിക്കുർ റഹ്മാൻ 2 വിക്കറ്റ്, രവീന്ദ്ര ജഡേജ 1 വിക്കറ്റും, താക്കൂർ 1 വിക്കറ്റും, പതിരാന 2 വിക്കറ്റുമാണ് എടുത്തത്. ടോട്ടലി നോക്കുന്ന സമയത്ത് 6, 2, 8, 1, 9, 7 വിക്കറ്റ് ഫാസ്റ്റ് ബോളോ 1 വിക്കറ്റ് സ്പിന്നറാണ് കേട്ടോ ഇവിടെ എടുത്തത്. അതുപോലെ തന്നെ അപ്പുറത്ത് നോക്കുമ്പോൾ 3 വിക്കറ്റ് ഫാസ്റ്റ് ബോളാണ് എടുത്തത്. ടോട്ടലി നോക്കുമ്പോൾ 10 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സും 1 വിക്കറ്റാണ് സ്പിന്നർ എടുത്തത്. ആകെ വിക്കറ്റ്സ് വീണത് 11 എണ്ണം. അതിൽ 10 വിക്കറ്റ് ഫാസ്റ്റ് ബോളർ, 1 വിക്കറ്റ് സ്പിന്നറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം പിച്ചിൻ്റെ ഒരു ലെവൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്റിംഗ് സപ്പോർട്ടറായുള്ള ഗ്രൗണ്ടാണ്. ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ സെക്കൻഡ് ബാറ്റിംഗ് ആണ് വിൻ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കൂടുതലും ചേസിങ് ആണ് ഇവിടെ വിൻ ചെയ്യാറുള്ളത്. പക്ഷേ ആ ഒരു മത്സരം നേരെ തിരിച്ചായിരുന്നു നടന്നുകൊണ്ടിരുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചെപ്പൂക്കിൽ നടന്ന വേറൊരു മത്സരം കൂടി എടുത്ത് നോക്കാം. നമ്മുടെ LSG വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ് തമ്മിൽ റീസെൻ്റ് ആയൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതിൽ ടോപ്പ് റൺ സ്കോറേഴ്സ് ആയിട്ടുണ്ടായിരുന്ന ഗെയ്ക്വാഡ് 108 റൺസ് ആയിരുന്നു എടുത്തത്. അതുപോലെ തന്നെ ശിവാൻ ദുബെ 66 റൺസ് എടുത്ത് ടീമിനെ 210 റൺസിലോട്ട് എത്തിച്ചു. അതുപോലെ തന്നെ LSGയിലാണ് സമയത്ത് 124 റൺസ് മാർക്ക് സ്റ്റോൺസ് അടിച്ച് ആ ഒരു ടീമിനെ ജയിപ്പിച്ചില്ല. ആ ഒരു മാച്ചായിരുന്നു കേട്ടോ. അതിൽ സെക്കൻഡ് ഇന്നിങ്സാണ് ഈസി ആയിട്ട് വിൻ ആയത്. ഇവിടെ വിക്കറ്റ്സ് 2 വിക്കറ്റ് പത്തിരാന, ദെൻ 1 വിക്കറ്റ് മുസ്തഫിക്കുർ റഹ്മാൻ, 1 വിക്കറ്റ് ദീപക് ചഹാർ, ഇങ്ങനെയാണ് പോകുന്നത്. നിങ്ങൾക്ക് ക്യാപ്റ്റൻ VC ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആര് വിക്കറ്റ് എടുക്കും, അതായത് ആര് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കും, ഇപ്പോൾ പെട്ടെന്ന് ഔട്ടായെന്നൊക്കെ തോന്നുകയാണെങ്കിൽ പത്തിരാനെ കൊണ്ടുപോയി ക്യാപ്റ്റൻ ഇട്ടോളൂ. തീർച്ചയായിട്ടും 2 വിക്കറ്റ് വീണിരിക്കും. അതുപോലെ തന്നെ ഇപ്പുറത്തും ഫാസ്റ്റ് ബോളേഴ്സ് തന്നെയാണ് വിക്കറ്റ് എടുത്തിരിക്കുന്നത്. സ്പിന്നേഴ്സിന് കാര്യമായിട്ടൊന്നും വിക്കറ്റ്സ് അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. അതാണ് എടുത്ത് പറയാനായിട്ടുണ്ടായിരുന്നത്. സ്പിന്നേഴ്സ് ആരും വിക്കറ്റ് എടുത്തില്ല. എടുത്ത മൊത്തം ഫാസ്റ്റ് ബോളേഴ്സ് ആയിരുന്നു. ഇവിടെ 4, അവിടെ 3, 4-3, 7 വിക്കറ്റ് ഫുൾ ഫാസ്റ്റ് ബോളേഴ്സ് ആയിരുന്നു. ഫാസ്റ്റ് ബോളേഴ്സ് മാത്രമാണ് ഇവിടെ പിച്ചെടുക്കുന്നത്. ശരിക്കും ചിദംബരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിന്നിങ് സപ്പോർട്ടുള്ള ഗ്രൗണ്ടാണ്. ബട്ട് റീസെൻറ്റ് പെർഫോമൻസും കഴിഞ്ഞ മത്സരങ്ങളുടെ സ്റ്റാറ്റ്സ് വൈസ് ഒക്കെ നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നല്ല രീതിക്ക് ഫാസ്റ്റ് ബോളേഴ്സിനെയാണ് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചാബും ചെന്നൈയും തമ്മിൽ കളിച്ച മാച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. പഞ്ചാബും ചെന്നൈയും എപ്പോഴാണെന്ന് ഒരു പിടിയില്ല. എന്തായാലും പഞ്ചാബിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് മാച്ച് നടന്നിരിക്കുന്നത്. ഓക്കെ, പഞ്ചാബും ചെന്നൈയും പഞ്ചാബും ചെന്നൈയും കളി നടന്നിട്ടില്ലേ? എൻ്റെ ഒരു ശരിയാണെങ്കിൽ നടന്നതായിട്ടാണ് എൻ്റെ ഒരു കാണാനില്ല. 8-9 മത്സരം എല്ലാവരും കളിച്ചതല്ലേ? നോക്കാം, നമുക്ക് ഗൂഗിളിൽ തന്നെ സെർച്ച് നോക്കാം. BBKS വേഴ്സസ് CSK ലാസ്റ്റ് മാച്ച് സ്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ ഏപ്രിൽ ഇതിനു മുന്നേ പഞ്ചാബും
ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിൽ കളിച്ചിട്ടില്ല. അതാണ് ഏക സത്യം. ഇത് 2023 ഏപ്രിലുള്ള സ്റ്റാറ്റ്സാണ്. ആദ്യമായിട്ടാണ് ഇവർ ഏറ്റുമുട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി നോക്കുന്ന സമയത്ത് ഈ ഒരു പിച്ചിനെ പറ്റിയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും ഒരു 170+ ഒക്കെ ആവറേജ് റൺസായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. പിച്ചിനെ പറ്റി പറയുമ്പോൾ 35% ബൗളിംഗ് പിച്ചും 65% ബാറ്റിംഗ് പിച്ചുമാണ്. ഫാസ്റ്റ് ബോളേഴ്സിനും സ്പിന്നേഴ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ചോദിച്ചാൽ 60% ഫാസ്റ്റ് ബോളേഴ്സിനാണ്. പക്ഷേ ഞാൻ എൻ്റെ കണക്കിൽ 80% ഫാസ്റ്റ് ബോളേഴ്സിന് എന്നേ പറയത്തുള്ളൂ. സ്പിൻ ബോളിങ്ങിന് 40% ഉള്ളൂ. ഹെഡ് ടു ഹെഡ് റെക്കോർഡ്സ് നോക്കുന്ന സമയത്ത് ഇതുവരെ 28 ഇന്നിങ്സാണ് നമ്മുടെ പഞ്ചാബും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത്. ഇതിൽ 15 പ്രാവശ്യം ചെന്നൈ സൂപ്പർ കിങ്സും 13 പ്രാവശ്യം പഞ്ചാബും വിൻ ചെയ്യുന്നുണ്ട്. ഒപ്പത്തിനൊപ്പമൊക്കെ തന്നെയാണ് കേട്ടോ. 1-2 മാച്ചസ് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു പോരാട്ടം നിറഞ്ഞൊരു മത്സരമായിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 2-3 ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തരാം. തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന ആപ്ലിക്കേഷൻസ് ആണ്. ആദ്യം തന്നെ പറയാനുള്ളത് നമ്മുടെ ചോയ്സ് ഇലവൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുന്ന സമയത്ത് ഒരുപാട് തരം ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ ഡെയിലി ഗീവ് വേ കൊടുക്കാറുണ്ട്, ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഡ്രീം ഇലവനേക്കാളും എൻട്രി ഫീസ് വളരെ കുറവായിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇവർ മേടിക്കാറുള്ളത്. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. പിന്നെ ഡ്രീം ഇലവനിൽ ഇല്ലാത്ത ഒരുപാട് തരം വെറൈറ്റി കോൺടെസ്റ്റുകൾ ഇവിടെ ഉണ്ട്. അതും കുറച്ച് പൈസ കൊടുത്ത് ഒരുപാട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് റിസ്ക് കൂടിയ കോൺടെസ്റ്റുകളാണ്. പക്ഷേ അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് വിന്നാൻ പറ്റും. നിങ്ങളുടെ ഒരു സിമ്പിൾ നോളജ്, നിങ്ങൾ ഡ്രീം ഇലവനിൽ ഇടുന്ന ആ ഒരു സെയിം ടീം ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിന്നാൻ പറ്റും കേട്ടോ. അത് തീർച്ചയായിട്ടും കോമ്പറ്റീഷൻ കുറവുള്ളതുകൊണ്ടാണ്. പിന്നെ ഇവിടെ കോപ്പ് എന്ന് പറഞ്ഞ വിന്നുണ്ട്. 5 പ്ലേയേഴ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണോ അവരെ പിക്ക് ചെയ്താൽ മതി. നമുക്ക് ഈസി ആയിട്ട് വിന്നാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ചോയ്സ് ഇലവൻ ട്രൈ ചെയ്യാൻ നോക്കുക. ഇതുവരെ ട്രൈ ചെയ്യാത്തതാണെങ്കിൽ. അതുപോലെ തന്നെ കുബേര ഫാൻറ്റസി നമ്പർ 1 സൂപ്പർ ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുന്ന സമയത്ത് ഡെയിലി ഗിവേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഡ്രീം ഇലവനിൽ 299 രൂപയ്ക്ക് കാണുന്ന കോൺടെസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ വെറും 260 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഏകദേശം ഒരു 39 രൂപയുടെ ഡിഫറൻസ് ആണ് ഒരു കോൺടെസ്റ്റിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് കിട്ടുന്നത്. അതുപോലെ ഒരുപാട് കോൺടെസ്റ്റ് നിങ്ങൾക്ക് നല്ല എൻട്രി ഫീസ് കുറവായിട്ട് കിട്ടുമ്പോൾ അത്രയും യൂസ്ഫുൾ അല്ലേ. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കുബേര ഫാൻറ്റസി ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഡ്യുവോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. 5 പ്ലേയേഴ്സുണ്ട്. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണോ അവർ നമുക്ക് ഈസി ആയിട്ട് പിക്ക് ചെയ്തതിന് നമുക്ക് വിന്നാൻ സാധിക്കും. ഒരുപാട് കാര്യങ്ങളുള്ള ആപ്ലിക്കേഷൻസാണ്. തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വിഷനിലോ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട മറ്റൊരു ആപ്ലിക്കേഷനാണ്. കാരണം ഡെയിലി ഗിയേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഡെയിലി ഞാൻ ഇന്നലെ ഒരു ഗിയർ ചുമ്മാ ഒരു വെറൈറ്റി ടീമൊക്കെ ഇട്ട് നോക്കിയതാണ്. അതൊന്നും വർക്കൗട്ട് ആയില്ല. സോ ഇതുവരെ നിങ്ങളിത് നമ്മളെ വിഷനിലോ ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇതിൽ ഡെയിലി 50,000 രൂപയ്ക്ക് ഫ്രീ ആയിട്ട് ഇവർ ഗീവേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ മുന്നിൽ വെച്ച് തന്നെ കാണിച്ചു തരാം. എന്താണല്ലോ 0 റുപ്പീസിൻ്റെ ഗീവേ ആണ്. ഞാൻ ചുമ്മാ ഒരു ടീമിട്ട് കയറാൻ പോവുക. കാരണം എനിക്ക് ഇപ്പോൾ വിട്ടുപോയാൽ ഞാൻ പിന്നെ ചിലപ്പോൾ കയറാൻ വിട്ടുപോകും. ഓക്കെ, ഒരു ടീം ഇവിടെ ഇട്ടിട്ടുണ്ട്. ക്യാപ്റ്റൻ വിസിയും കൊടുത്തിട്ടുണ്ട്. 0 റുപ്പീസിന് ജോയിൻ ചെയ്തു. ഇതാ നമ്മുടെ കോൺടെസ്റ്റ് എടുത്ത് നോക്കിയാൽ ഫസ്റ്റ് വന്നാൽ 5,000 രൂപയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് തരം ഫ്രീ ഇത് ആദ്യത്തെ 1000 പേർക്ക് ഇവർ പൈസ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. 1 രൂപ കൂടെ നിങ്ങൾക്ക് കൊടുക്കാതെ ഈസി ആയിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് ഗിവേഴ്സ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഡ്രീം ഇലവനിലേക്കാളുള്ള എൻട്രി ഫീസ് കുറവാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ സ്പോർട്സ് ഇതുവരെ ട്രൈ ചെയ്യണമെങ്കിൽ ഇതിനും ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇതിലും ഡെയിലി ഗീവേ കൊടുക്കാറുണ്ട്. പോപ്പ് എന്ന് പറഞ്ഞ വിൻഡോ ഉണ്ട്. 5 പ്ലേയേഴ്സ് ഉണ്ടാവും. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണ് അവരെ പിക്ക് ചെയ്തതിനെ ഈസിയായി വിന്നാവുന്ന ആ ഒരു സെയിം സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ 1 രൂപയ്ക്ക് കോൺടെസ്റ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ആപ്ലിക്കേഷൻ്റെ എല്ലാം ലിങ്ക് ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് പഞ്ചാബ് തമ്മിലുള്ള മത്സരത്തിൽ പ്രോബബിലി പ്ലേയിങ് ഇലവൻ നോക്കാം. ആദ്യം തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. അജിൻക്യ രഹാനെ, ഋതുരാജ് ഗെയ്ക്വാഡ്, ഡയറി മിച്ചൽ, മോയിൻ അലി, ശിവാൻ ദൂബെ, അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജ, MS ധോണി, ദീപക് ചഹാർ, തുഷാർ ദേശ്പാണ്ഡെ, അതുപോലെ തന്നെ മുസ്തഫിക്കുർ റഹ്മാൻ, മദീഷ പത്തിരാന, ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഷർദുൽ താക്കൂർ ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. അതിന് പഞ്ചാബ് കിങ്സിലാകുമ്പോൾ ഫിലിപ്പ് സാൽ, സുനിൽ നരൻ, അതുപോലെ തന്നെ രഘുവാൻസി, ശ്രേയസ് അയ്യർ, വെങ്കിടേഷ് അയ്യർ, റിങ്കു സിംഗ്, അനന്തരയ റസൽ, രാമദീപ് സിംഗ്, അതുപോലെ തന്നെ ചമേര, വരുൺ ചക്രവർത്തി, ഹർഷിത് റാണ, അതുപോലെ തന്നെ സുയാസ് ശർമ്മ. ഇത്രയും പേരാണ് നമ്മുടെ സോറി ഗൈസ്, ഇത് പഞ്ചാബ് കിങ്സിൻ്റെ സ്ക്വാഡ് മാറി കൊൽക്കത്തയുടെ സ്ക്വാഡാണ് വന്നിരിക്കുന്നത്. ഗൈസ് മിസ്റ്റേക്ക് ഉണ്ട്, ക്ഷമിക്കണം. പ്ലേയിങ്ങിൽ ഞാൻ വേറെ സെറ്റാക്കാം കേട്ടോ, ഇത് നിങ്ങൾ നോക്കണ്ട. അപ്പം ഞാൻ എന്തായാലും പ്ലേയിങ്ങിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഞാൻ ഒന്ന് പെട്ടെന്ന് വായിച്ചപ്പോൾ KKRൻ്റെ എടുത്തിട്ട് എനിക്ക് പറ്റിയ ചെറിയ മിസ്റ്റേക്കാണ്. ഞാൻ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വിട്ടുപോയി. ക്ഷമിക്കണം ഗൈസ്, ക്ഷമിക്കണം. എക്സ്ട്രീംലി സോറി. ഇനി കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. വീഡിയോ ഇപ്പോൾ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് ശരിയാവില്ല. കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം.
നമ്മുടെ മദീഷ പതിരാന ഇതുവരെ 27 വിക്കറ്റാണ് IPL അദ്ദേഹം ഓവറോൾ 2 സീസണിലൂടെ അദ്ദേഹം എടുത്തത്. ഓക്കെ, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ബോളറാണ്. തന്നെ അതുപോലെ തന്നെ ഗെയ്ക്വാഡ് ആണെങ്കിൽ 447 റൺസ് പെർ മാച്ച്, 63 റൺസ് അദ്ദേഹത്തിന് ആവറേജ് റൺസ് ആയിട്ടുണ്ട് ഈ ഒരു 2024 IPL. അതുപോലെ തന്നെ ശശാങ്ക് സിംഗ് ആണ്, അതുപോലെ തന്നെ ഓട്ടോ ഷർമയും റീസെൻ്റ് ആയിട്ട് 150+ റൺസാണ് ഈ ഒരു ഇയറിൽ രണ്ടുപേരും കൂടെ എടുത്തത്. സോ അവർ നല്ല രീതിയിൽ ഫോം ആയിട്ടുള്ള പ്ലെയേഴ്സാണ്. 14 വിക്കറ്റ് എടുത്ത് ഹർഷൽ പട്ടേലും ലീഡിങ് വിക്കറ്റ് ടേക്കറാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത് മുസ്തഫിക്കുർ റഹ്മാനും മദീഷ പതിരാന, ദെൻ തുഷാർ ദേശ്പാണ്ഡെ 10 വിക്കറ്റ്, ദീപക് ചഹാർ 5 വിക്കറ്റ്, രവീന്ദ്ര ജഡേജ 5 വിക്കറ്റ്, മൊയിൻ അലി 5 വിക്കറ്റ്. മുസ്തഫിക്കുർ റഹ്മാൻ 14 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മോസ്റ്റ് റൺ സ്കോറേഴ്സ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഗെയ്ക്വാഡാണ് 447 റൺസ്, ശിവാൻ ദുബെ 350 റൺസ്, ഡയറി മിച്ചൽ 198 റൺസ്, അജിൻക്യ രഹാനെ 170 റൺസ്, അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജ 157 റൺസ്, അതുപോലെ തന്നെ രച്ചിൻ രവീന്ദ്ര 133 റൺസ് കേട്ടോ. ഇതിൽ ക്യാപ്റ്റൻസി പിക്കായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ജോണി ബാരിസ്റ്റോ, മദീഷ പതിരാന. ഇവർ രണ്ടുപേരെ നിങ്ങൾക്ക് തീർച്ചയായും ട്രൈ ചെയ്യാം. വൈസ് ക്യാപ്റ്റൻസ് ആയിട്ട് ഡാരി മിച്ചൽ, ശിവാൻ ദുബെ ഇവരെയൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഷർദുൽ താക്കൂറിനെ, ദീപക് ചഹാറിനെ രാഹുൽ ചഹാറിനെ ഒഴിവാക്കുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ബഡ്ജറ്റ് പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദീപക് ചഹാറും കാസിർ റബാഡയാണ് ബഡ്ജറ്റായിട്ട് ഇപ്പോൾ അധികം ആരും വിൽക്കാതെ കീ പ്ലേയേഴ്സ് എന്നൊക്കെ പറയത്തില്ല, അതിനാണ്. ഇനി കുറച്ചുകൂടെ കീ പ്ലേയേഴ്സിൻ്റെ സ്റ്റാറ്റ്സ് നോക്കുന്നതെന്ന് ഗെയ്ക്വാഡാണ് റീസെൻ്റായിട്ട് അത്യാവശ്യം നല്ല രീതിയിലായി. ലാസ്റ്റ് ഒരു മത്സരം അഗെയിൻസ്റ്റ് സൺറൈസേഴ്സ് ഹൈദരാബാദുമായിട്ട് 98 റൺസാണ് എടുത്തത്. ലീഡിങ് റൺ സ്കോറേഴ്സിൽ ഒരാളാണ് നമ്മുടെ ഗെയ്ക്വാഡ്. അതുപോലെ തന്നെ ശിവാൻ ദുബെ ആണെങ്കിലും റീസെൻ്റായിട്ട് നല്ലൊരു പെർഫോമൻസ് ആണ്. ലാസ്റ്റ് മത്സരം 39 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു അഗെയിൻസ്റ്റ് SRH ആയിട്ട്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജ, ഓക്കെ, അദ്ദേഹവും 22 റൺസ് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നു അഗെയിൻസ്റ്റ് SRH ആയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചാബിന് അഗെയിൻസ്റ്റ് ആയുള്ള ഒരു വെപ്പണായിരിക്കും നമ്മുടെ രവീന്ദ്ര ജഡേജ. അതുപോലെ തന്നെ പത്തിരാന തീർച്ചയായിട്ടും കൺസിസ്റ്റൻസി മേക്ക് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. റീസെൻ്റായിട്ട് എല്ലാ മത്സരം 1 തൊട്ട് 2 വിക്കറ്റ്സ് വരെ തീർച്ചയായിട്ടും എടുക്കുന്ന ഒരു പ്ലെയറാണ്. ഇതുവരെ 13 വിക്കറ്റ്സ് അദ്ദേഹം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചാബ് കിങ്സിലെ കീ പ്ലെയേഴ്സായിട്ട് ജോണി ബാരിസ്റ്റോ ആണ്. റീസെൻ്റായിട്ട് നല്ലൊരു പെർഫോമൻസാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ 108 റൺസ് കഴിഞ്ഞ ഒരു മത്സരം അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ തീർച്ചയായിട്ടും പഞ്ചാബിൻ്റെ ഒരു നട്ടില്ലെന്ന് വേണേൽ പറയാം. ദെൻ അതുപോലെ തന്നെ സിമ്രാൻ സിംഗ് ആണ്. റീസെൻ്റായിട്ട് എഗെയിൻസ്റ്റ് ആയിട്ട് കഴിഞ്ഞൊരു മത്സരം നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ഈ 54 റൺസ് 20 ബോളിലാണ് അദ്ദേഹം സ്കോർ ചെയ്തത്. നല്ല രീതിയിൽ സ്ട്രൈക്ക് റേറ്റും ഉണ്ട് അദ്ദേഹത്തിന്. കാസിയോ റബാഡ കുറച്ച് മത്സരങ്ങൾ ഫ്ലോപ്പ് ആണെങ്കിലും ഇതുവരെ 10 വിക്കറ്റ് അദ്ദേഹം എടുത്തിട്ടുണ്ട്. പഞ്ചാബിലത്തെ ലീഡിങ് വിക്കറ്റ് ടേക്കറിൽ ഒരാളാണ്. അതുപോലെ തന്നെ നമ്മുടെ രാഹുൽ ചഹാർ ആണെങ്കിലും സ്പിന്നേഴ്സിന് ചില സമയത്ത് ഇവിടെ സപ്പോർട്ടുള്ളതുകൊണ്ട് രാഹുൽ ചഹാർ മേ ബി ഒരു വിക്കറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയുകയാണെങ്കിൽ അവോയ്ഡ് ചെയ്യാനേ പറയത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കൊരു ക്യാപ്റ്റൻ VC ഒരു ജസ്റ്റ് ഒരു ടീം ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ മാച്ചിൻ്റെ ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് പഞ്ചാബ് കിങ്സ് തമ്മിലുള്ള മത്സരത്തിൻ്റെ ഒരു ടീമാട്ടോ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ജോണി ബാരിസ്റ്റോ, പത്തിരാന, ഹർഷൽ പട്ടേൽ, അതുപോലെ തന്നെ മുസ്തഫിക്കുർ റഹ്മാനെ ഇൻക്ലൂഡ് ചെയ്യാം. നമ്മുടെ സാം കറൻ, രവീന്ദ്ര ജഡേജ, ശിവാൻ ദുബെ, ഗെയ്ക്വാഡ്, ശശാങ്ക് സിംഗിനെ ഇൻക്ലൂഡ് ചെയ്യാം. സിമ്രാൻ സിംഗ് റീസെൻ്റായിട്ട് കളിച്ച മത്സരം നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. സോ അദ്ദേഹത്തെ വേണേൽ നിങ്ങളുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാം. നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് അവസാനം നോക്കിയിട്ട് ചെയ്യാം. ഹർഷദീപ് സിംഗിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. കാരണം എഗെയിൻസ്റ്റ് ഇവരുമായിട്ടുള്ളൊരു വെപ്പൺ നമ്മൾ പഞ്ചാബിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പുള്ളി മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ക്യാപ്റ്റൻ VC കൂടെ ഇട്ട് കൊടുക്കാം. ക്യാപ്റ്റൻസി നമ്മുടെ ഗെയ്ക്വാഡ് തന്നെയാണ് ഞാൻ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വൈസ് ക്യാപ്റ്റൻസി സാം കർണായിരിക്കും. അല്ലെങ്കിൽ ക്യാപ്റ്റൻസി നമ്മുടെ സാം കർണും വൈസ് ക്യാപ്റ്റൻ ഗെയ്ക്വാഡ് ആയിരിക്കും നല്ലൊരു ഓപ്ഷൻ. കാരണം സാം കർണ തീർച്ചയായിട്ടും ബാറ്റിംഗ് കിട്ടും. ലോ ഓർഡർ ആയതുകൊണ്ട് എന്തായാലും വിക്കറ്റ് വീഴുന്നുള്ള കാര്യത്തിൽ ഷുവറാണ്. ദെൻ അതുപോലെ തന്നെ ഗെയ്ക്വാഡ് ചിലപ്പോൾ മേ ബി പെട്ടെന്ന് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. റീസെൻറ്റ് നല്ല പെർഫോമൻസ് ആയതുകൊണ്ട് ബൗളിംഗ് അറ്റാക്ക് കൂടുതലായിട്ട് പുള്ളി ഔട്ട് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ടീം ഒന്ന് നോക്കാം. ജോണി ബാരിസ്റ്റോ, ഡയറി മിച്ചൽ, ശശാങ്ക് സിംഗ്, ശിവാൻ ദുബെ, റിജുവാൾ, ഗെയ്ക്വാഡ്, രവീന്ദ്ര ജഡേജ, സാം കറൻ, ഹർഷൽ പട്ടേൽ, മുസ്തഫിക്കുർ റഹ്മാൻ, അതുപോലെ തന്നെ ഹർഷദീപ് സിംഗ്, മദീഷ പതിരാന. ഇത്രയും പേരാണ് നമ്മുടെ ടീമിൽ. ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ മാത്രമാണ്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലാണ് അപ്ലോഡ് ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതുവരെ നിങ്ങൾ കയറി ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.